ഇന്നെന്തോ മടിയൊന്നുമില്ലടാ. ലക്ഷയുദ്ധം, ലക്ഷങ്ങളുടെ കളി. ലക്ഷയുദ്ധോ? ആ, ഒരാളുടെ ഫോട്ടോ വെച്ചത് എടുത്ത് ഡസ്റ്റ്ബിനിൽ കൊണ്ടിടുമ്പോഴത്തേക്ക് അവര് ഔട്ടാവും. എന്നിട്ട് അവസാനം അക്കൂറും നൂറായും കൂടെ ഫൈനലി വന്നപ്പോഴത്തേക്ക് ആളുകളെല്ലാം കൂടെ തീരുമാനിച്ച് നൂറായെ ജയിപ്പിച്ചു. നൂറ ജയിച്ചു പോയി. പിന്നെടാ എല്ലാ സീരിയലുകാരും അവരും ഇവരും മൊത്തം പേരും ഷാനവാസിനെ ജയിപ്പിക്കണം, ഷാനവാസിന് വോട്ട് ചെയ്യണം, പിന്നെ അനുവിന് വോട്ട് ചെയ്യണം എന്നും പറഞ്ഞ് മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യണം എന്നും പറഞ്ഞ് അങ്ങ് പറയുവാങ്ങ്. അങ്ങനെ പറയണ്ടേ? പിന്നെ അല്ല, അനീഷിന്റെ കാര്യം ഒരു മനുഷ്യരും പറയുന്നില്ലടാ. അത് അവരവരുടെ ഇഷ്ടമല്ലേ, അവരവർക്ക് ആരും ഇഷ്ടപ്പെടണോ? അപ്പൊ അനീഷിന്റെ കാര്യം ഞാൻ പറയാം, എല്ലാരും വോട്ട് ചെയ്യണമെന്ന്. അത് പറയണ്ടേ? നിങ്ങൾ പറ, അത് നിങ്ങളുടെ ഇഷ്ടമല്ലേ? അത് അനീഷിന് എല്ലാരും വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുവാ. നീ ചെയ്യണം. ഞാനും ചെയ്യാം. നീ ചെയ്യണം. അനീഷിന്റെ കാര്യം പറയാൻ ആരെങ്കിലും വേണ്ടേ? അല്ലേ സമയമാകുമ്പോ നിങ്ങൾ അനീഷ് വീട്ടിൽ ഇരിക്കും കേട്ടോ. അതാ എല്ലാരും കൂടെ പോയിരുന്ന് നൈസായിട്ട് സമയത്ത് പുള്ളിനെ വലിച്ചു തറയിടും. അതാ എന്നാ തോന്നുന്നത്. അനുവും കൂടുതൽ അടുപ്പം കാണിക്കുന്ന നീ അവനെ വണ്ടി കയറ്റി വിടാനാണോന്നും അറിയത്തില്ല. കൂടെ പോയി ഇരിക്കുന്നവരെ പേടിക്കേണ്ടത്. അതിലെന്തോരെയൊക്കെ കണ്ട അനുമോട്ട് തിരിഞ്ഞത്. അങ്ങനെ ഇരിക്കുന്നത്. പൈസയും ഈ പ്രസക്തിയും വരുംതോറും ആളുകൾ മാറും. എല്ലാരും അങ്ങ് പറയാ അവർക്ക് രണ്ടുപേർക്ക് വോട്ട് ചെയ്യും, അവർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യുമെന്ന്. അനീഷിന്റെ കാര്യം കൂടെ പറയുന്നവർ പറയണ്ടേ? അനീഷ്, സാബുമാന് അവർക്കൊക്കെ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യുന്ന കാര്യം പറയണ്ടേ? അതുകൊണ്ട് നിങ്ങളുടെ വോട്ട് അനീഷിന് കൊടുക്കണം. അനീഷിന് കൊടുക്കണം. നിന്റെ വോട്ടും കൊടുക്കണം അനീഷിന്. എന്റെ വോട്ടും അനീഷിന് കൊടുക്കും. എന്നിട്ട് അനുമോളും ആതിരയും തമ്മിലുള്ള പ്രശ്നം തീർന്നാ? അത് പിന്നെ ആതിര അടുത്തടുത്ത് ചെല്ലുന്ന, പക്ഷെ അനുമോൾ അടുപ്പിക്കുന്നില്ല. വിട്ടേക്കുക. അപ്പൊ വേറെ പ്രശ്നം ഒന്നുമില്ല. പിന്നെ അനീഷാണെങ്കിൽ അതിനകത്ത് നല്ലതായിട്ട് നിൽക്കുക. തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല രീതിയിൽ നിൽക്കുക. അനീഷിന് എന്തോ പ്രത്യേകത? അനീഷിന് എന്തെല്ലാം പ്രത്യേകതയുണ്ട്. പറയുന്ന ജോലി കൃത്യമായിട്ട് അനീഷ് ചെയ്യുന്നു. ഒരു സാധനം തിന്നുന്നില്ല. പാത്രം കഴുകാൻ പറഞ്ഞാ ചെയ്യുന്നു. പിന്നെ എന്ന് പറഞ്ഞാ സമയത്ത് കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേക്കുന്നു, സിഗരറ്റ് വലിക്കത്തില്ല, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കത്തില്ല, ആരുടെ ഒരു കാര്യം മാറി ചെന്നിരുന്ന് പറയത്തില്ല. പക്ഷെ വെറുപ്പീരും ചൊറിയെല്ലാം ഉണ്ട്. എന്തൊക്കെ ഉണ്ടെങ്കിലും പെൺപിള്ളേരെ ആരെയും ഒന്നും പറയത്തില്ല, ആരോടും മഴക്കൂടത്തില്ല. മറ്റുള്ളവരെ അയാളെ കൊല്ലാനായിട്ട് പുറകെ നടന്ന് ശല്യം ചെയ്താൽ പോലും മിണ്ടാതെ ഒരറ്റത്ത് പോയി മാറിയിരിക്കും. ഒരുപാട് ക്വാളിറ്റിയുള്ള ആളാ. അയാൾ വോട്ട് ചെയ്യണ്ടേ? അയാളെ ജയിപ്പിക്കണ്ടേ? ഇതിപ്പോ ഇന്നിപ്പോ അനീഷിനെ കുറിച്ച് മാത്രമേ നിങ്ങൾ സംസാരിച്ചുള്ളൂ. ഇപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ അനീഷ് ആരാധികയായത്. അല്ല, എല്ലാരെ കുറിച്ചും സംസാരിക്കും. അനീഷിന്റെ കാര്യം ആരും പറയാതെ വരുമ്പോ എനിക്ക് തണ്ണം വരത്തില്ലേ? അനീഷിന് വോട്ട് ചെയ്യണം. അനീഷിന് വോട്ട് ചെയ്യണം. നീ വോട്ട് ചെയ്യണം. ഞാൻ വോട്ട് ചെയ്യും. നീ വോട്ട് ചെയ്യണം. ഞാനും ചെയ്യും. നിങ്ങൾ പറഞ്ഞൊന്നും പറഞ്ഞ ആരും ചെയ്തില്ല. ജനങ്ങളും ചെയ്യണം. അല്ല, ജനങ്ങളും ചെയ്യണോടാ. അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ പറയണം. അനീഷിന് പറയാൻ സീരിയലുകാരും ഇല്ല, സിനിമാക്കാരും ഇല്ല. അതിനെക്കാട്ടി വലിയ താരമല്ലേ ഇപ്പൊ പറഞ്ഞത്. പിന്നെന്തോ വേണം? നീ വോട്ടല്ലേ, നീ മൊത്തത്തിൽ ലൈക്കായി ഇപ്പൊ കിട്ടും.